ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് ഒരു പുതിയ ബാച്ചിന്റെ ലോഞ്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പൊതുവെ തുടങ്ങാറുള്ള ഓൺലൈൻ ബാച്ചസിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടൈം കോഴ്സ് ലോഞ്ച് ചെയ്തതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടായി. സാധാ നമ്മൾ തുടങ്ങിക്കൊണ്ടിരുന്ന ഒരു ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്നത് ഈ 2026 പ്രിലിംസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു 10 മന്ത് കോഴ്സ് ആയിരുന്നു നമ്മൾ തുടങ്ങിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 മന്ത്സ് ബാക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി, ഒരു 20 മന്ത്സിന്റെ 2027 പ്രിലിംസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ലോങ് ടൈം ബാച്ച് തുടങ്ങിയിട്ടുണ്ടായി. ഈ ബാച്ചിന് ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടിയത്. അതായത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സ്റ്റുഡൻസിന്റെ എൻറോൾമെന്റ് നടന്നതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ബാച്ച് തുടങ്ങാനായിട്ട് കുട്ടികളുടെ ഡിമാൻഡിനാൽ നമ്മൾ വീണ്ടും നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഡിസംബറിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ആസ്പെയറിന്റെ 2.0 വേർഷൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാണ്, നമ്മൾ പൊതുവെ തുടങ്ങാറുള്ള ഓൺലൈൻ 10 മന്ത് ഡ്യൂറേഷൻ കോഴ്സിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ഇതൊരു ലോങ് ടേം കോഴ്സാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് 20 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് ആണെന്നുള്ളത് തന്നെയാണ്. 10 മന്ത് കോഴ്സാണ് പൊതുവേ നമ്മൾ തുടങ്ങാറുള്ളത്, 30,000 റുപ്പീസിന്റെ കോഴ്സ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോങ് ടേമിൽ പഠിക്കാൻ പറ്റുന്ന ഒരു 20 മന്ത് കോഴ്സാണ് ആസ്പെയർ 2.0 എന്ന് പറയുന്നത്. ഇതിൽ 700 അവറിൽ കൂടുതൽ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. 700 അവേഴ്സ് പ്ലസ് ലെക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് സ്ട്രക്ചേർഡ് ലേണിംഗ് ആണെന്ന് പറയുന്നു എന്നുള്ളതിന്റെ കാരണം, 700-ലധികം അവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ, 20 മാസം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ വളരെ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ എന്ന് പറയുന്ന 3 സ്റ്റേജസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസൈറ്റുകളും സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷനും ആവശ്യമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിനെല്ലാത്തിനെയും പരിഗണിച്ചിട്ടുള്ള സ്ട്രക്ചേർഡ് ഒരു കോഴ്സാണ് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ വെക്കുന്നത്. ഇത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് മെയിൻലി വരുന്നത്. ഒരു 90% ക്ലാസ്സസും റെക്കോർഡഡ് ആണ്. റെക്കോർഡഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോയിൽ നിങ്ങളെ മാത്രം മുന്നിൽ കണ്ട്, ഒരു ഓൺലൈൻ ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. പക്ഷെ റെക്കോർഡഡ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാനായിട്ടുള്ള ഒരു ക്ലോസ് ഇല്ലാത്തത് കൊണ്ട്, പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ടും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടിയിട്ടും ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇത് കൂടാതെ വീക്ക്ലി പ്രാക്ടീസും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കീ ഹൈലൈറ്റ്സ് ആണ്. ഈ കോഴ്സ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഡെലിവർ ചെയ്യാനായിട്ട് പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമ്മൾ ഈ കോഴ്സിലൂടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഈ കോഴ്സിന്റെ USP, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ബ്രിഡ്ജ് കോഴ്സ് ഈ ബാച്ചിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. എന്താണ് ഈ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഒരു UPSC ആസ്പിറന്റ് ഫസ്റ്റ് ഡേ മുതൽ ക്ലാസ് കേട്ട് തുടങ്ങും. പക്ഷേ UPSCക്ക് വേണ്ടിയിട്ടുള്ള പല സ്കില്ലുകളും ഇല്ലാതെയാണ് ഈ ക്ലാസ് കേട്ട് തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, UPSC സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറെ സബ്ജക്ട്സിന്റെ മനഃപ്പാടമാക്കൽ മാത്രമല്ല, പകരം വലിയൊരു കൾച്ചറൽ ചേഞ്ച് ബിഹേവിയറിലും മറ്റും നിങ്ങൾ വരേണ്ടതുണ്ട്. പല പുതിയ സ്കിൽ സെറ്റുകളും ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കാം, എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കുക, എങ്ങനെയാണ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയാണ് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ലോജിക്കൽ സ്കിൽ സെറ്റ് ബെറ്റർ ആക്കുക. ഇങ്ങനെയുള്ള കുറെ കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സിവിൽ സർവീസ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാകാനായിട്ട് പറ്റുള്ളൂ. ക്ലാസ്സസ് വെറുതെ കേട്ടത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ മാത്രം ഈ ഒരു വലിയൊരു പദവിയിലോട്ട് നമുക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ കോഴ്സ് സബ്ജക്ട്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, അതിന് മുന്നേ ആയിട്ടൊരു 2 മന്തിൽ ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു USP എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെയിലി ഇൻപുട്ടാണ്. പലപ്പോഴും പല ആസ്പിറൻസും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്ലൈൻ ക്ലാസ്സസ് 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയാണ് പല അക്കാഡമിയിലും നൽകുന്നുണ്ടാകുക. ഇപ്പൊ നമ്മുടെ തന്നെ ഓൺലൈൻ UPSC 1.0 to 4.0 10 മന്ത് ഡ്യൂറേഷൻ കോഴ്സിൽ ഒരു ദിവസം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ ഉണ്ടാകാറുണ്ട്. ഒരു വർഷത്തേക്ക് പ്രിപ്പറേഷൻ നടത്തേണ്ട ആളുകൾക്ക് ഇത് ഇനവിറ്റബിൾ ആണ്, നമുക്ക് വേറെ വഴിയില്ല. പക്ഷേ
2 വർഷം മുന്നിൽ കണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ദിവസം ക്ലാസ് കൊണ്ട് ഓവർ ബേർഡൻ ചെയ്യേണ്ട കാര്യമില്ല. പകരം ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രമേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 1 അവർ മാത്രമുള്ള ഓരോ സബ്ജക്റ്റിന്റെയും സെഷൻസ് ആണ് ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നിലോട്ട് തരുന്നത്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോലി പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ വേറെ കമ്മിറ്റ്മെന്റ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ തന്നെ വളരെ സ്ലോ പേസിൽ അന്ന് എടുക്കുന്ന ക്ലാസ്സസ് കേൾക്കാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് തന്നുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ട്. ഈ കംപ്ലീറ്റ് സിലബസ് കവറേജ് അത് ഞാൻ എടുത്തു പറയാൻ കാരണം പലപ്പോഴും ഈ 1 ഇയർ കോഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഹറിബറിയായിട്ട് കാര്യങ്ങൾ തീർക്കാറുണ്ട്. കുറെ കൂടി റഷ്ഡ് ആയിട്ട് പെട്ടെന്ന് സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിടുക്കം എല്ലാ അക്കാഡമീസും കാണിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 2027 വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, 2026 വേണ്ടിയിട്ടല്ല. 20 മാസത്തോളം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 20 മാസത്തില് പഠിക്കാനായിട്ടുള്ള സമയം ധാരാളം ഉണ്ട്, പഠിപ്പിക്കാനായിട്ടുള്ള സമയം ധാരാളം ഉണ്ട്. അപ്പം വളരെ കൃത്യമായിട്ട് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ സിലബസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലൂടെ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ മാത്രമേ ക്ലാസ്സസ് അപ്ലോഡ് ആകുന്നുണ്ടാവുള്ളൂ. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് 700 hours അക്രോസ് 3 phases ആണ്. എന്ത് ഈ 3 phases എന്ന് പറയുന്നത്? പൊതുവെ എല്ലാ സ്ഥലത്തും PCM കോഴ്സ് എന്നാ വിളിക്കുക. ഈ PCM കോഴ്സ് എന്ന് പറയുന്നത് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ്. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്ലാസ്സസ് ഇന്റിഗ്രേറ്റഡ് ആണ്. പ്രിലിംസിന് വേണ്ടിയിട്ടും മെയിൻസിന് വേണ്ടിയിട്ടും സ്പെസിഫിക് ആയിട്ട് ഒന്നും തന്നെ നൽകുന്നില്ല. നമ്മുടെ അങ്ങനെയല്ല. നമുക്ക് ആദ്യം പ്രിലിംസിനും മെയിൻസിന് വേണ്ടിയിട്ടുള്ള ജനറൽ ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകും. അത് കഴിഞ്ഞിട്ട് പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ് തരും. അതിനുശേഷം മെയിൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് തരും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് UPSC 3 ഘട്ടമായിട്ട് എക്സാമിന് അവതരിപ്പിച്ചേക്കുന്നത് ഈ 3 ഘട്ടത്തിനും വേണ്ട സ്കിൽ സെറ്റുകൾ, കഴിവുകൾ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഒരു PCM ബാച്ചില് ഇന്റിഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് മെയിൻസിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള കഴിവുകൾ കുട്ടികൾക്ക് ഉണ്ടാകണമെന്നില്ല. അതേപോലെ തന്നെ പ്രിലിംസിന് സ്പെസിഫിക് ആയിട്ട് ടാക്കിൾ ചെയ്യാനുള്ള കഴിവും ഉണ്ടാകണമെന്നില്ല. നമ്മൾ പലതരം സ്കിൽ സെറ്റുകൾ സെപ്പറേറ്റ്ലി തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്രോസ് 3 phases 700-ലധികം അവേഴ്സ് വെച്ചിട്ടുള്ള ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിലൂടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വീക്ക്ലി പ്രാക്ടീസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ് ഉണ്ട്. ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും പൊളിറ്റിയുടെയും ക്ലാസ്സസ് മാറി മാറി വരുന്നുണ്ടാവും. പക്ഷേ ഈ ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല. ഒരു സിവിൽ സർവീസ് പാസ്സാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് അതാത് വീക്കിൽ എടുക്കുന്ന ക്ലാസ്സസിന്റെ വീക്ക്ലി പ്രാക്ടീസ് വീക്കെൻഡിൽ ഉണ്ടാവും. ഇപ്പൊ മൺഡേ ടു ഫ്രൈഡേ വരെ നിങ്ങൾ ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് ആണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ആൻഡ് സൺഡേ എന്ന് പറയുന്നത് ആ ടോപ്പിക്കിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും, ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മളിതൊരു ഹോളിസ്റ്റിക് ആയിട്ടാണ് കാണുന്നത്. വെറുതെ ക്ലാസ് തന്ന് ഒഴിവാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവന്യൂസ്, ഒരു പ്രാക്ടീസ് സെഷൻ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വേറെ അക്കാഡമീസിന്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ള കോഴ്സസ് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേകത കാണാനായിട്ട് പറ്റില്ല. ഞാൻ ഫ്രാങ്ക് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സിവിൽ സർവീസ് കോഴ്സസിൽ 20 മാസം നീണ്ടു നിൽക്കുകയും പല സ്കിൽ സെറ്റുകൾ കൃത്യമായിട്ട് ക്രമീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സാണിത്. ഞാൻ പിന്നെ പറഞ്ഞിരുന്നു, പ്രിലിംസിനും മെയിൻസിനും പ്രിപ്പറേഷൻ ഇന്റിഗ്രേറ്റഡ് ആണ്. വെറുതെ പ്രിലിംസിനും മെയിൻസിനും വേണ്ട കുറെ ക്ലാസ് തരിക എന്നുള്ളതല്ല. ക്ലാസ്സസ് തന്നതിന് ശേഷം അതെങ്ങനെയാണ് പ്രിലിംസിന് ഉപകാരപ്രദമാകുക, അതെങ്ങനെയാണ് മെയിൻസിന് ഉപകാരപ്രദമാകുക, ഇത് വളരെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സെഷൻസിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും കുട്ടികൾ പ്രിലിംസ് പാസ്സാവില്ല, പ്രിലിംസ് പാസ്സാകുന്ന കുട്ടികൾ മെയിൻസ് പാസ്സാവില്ല. കാര്യം എന്താ? പ്രിലിംസ് പാസ്സാകാനുള്ള കഴിവുള്ളവന് മെയിൻസ് പാസ്സാകാനുള്ള കഴിവില്ല. മെയിൻസ് പാസ്സാക്കാൻ കഴിവുള്ള ആളുകൾ പ്രിലിംസ് കുറെ നാൾ പാസ്സാവൂല. എന്നിട്ട് വേറെ അക്കാഡമിയിൽ പോയിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഇത് സ്പെസിഫിക് ആയിട്ട് പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. നമുക്ക് അങ്ങനെയല്ല. നിങ്ങളുടെ ഈ 20 മാസത്തെ കോഴ്സിൽ 20 month കോഴ്സിന്റെ ഉള്ളില് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ക്ലാസ്സസ് കഴിഞ്ഞതിന് ശേഷം ഒരു വെറ്ററൻ സ്റ്റുഡന്റിനെ, ഒരു റിപ്പീറ്റഡ് സ്റ്റുഡന്റിനെ ട്രെയിൻ ചെയ്യിക്കുന്ന പോലുള്ള പ്രിലിംസിന്റെയും മെയിൻസിന്റെയും മോഡ്യൂള് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇന്റിഗ്രേറ്റഡ് ആണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷർ 1 ഇയർ പഠിച്ച് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് 2 കൊല്ലം പഠിക്കുന്നതാണ് 2 കൊല്ലത്തൊരു കോഴ്സ് ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്നേ വരെ ലോഞ്ച് ചെയ്തേക്കുന്ന കോഴ്സിനേക്കാളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആസ്പെർ 1.0 ബാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര എൻറോൾമെന്റ് ആയിരുന്നു. വീണ്ടും ഡിമാൻഡ് വന്നത് കൊണ്ടാണ് ബാച്ച് ക്ലോസ് ചെയ്തു. പക്ഷെ വീണ്ടും സെയിൽസ് ടീമിലോട്ട് കോൾ വന്നത് കൊണ്ടാണ് ഡിസംബർ മാസത്തിൽ വീണ്ടും നമ്മൾ ഈ കോഴ്സ് തുടങ്ങാനായിട്ട് കമ്പൽ ചെയ്യപ്പെടുന്നത്. ഇവിടെ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയോട് കൂടി പഠിക്കാം. അതായത് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഒരു ദിവസം ഒരു 4 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, 4 മണിക്കൂർ ക്ലാസ് മാത്രമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 4 മണിക്കൂർ ക്ലാസ് കേട്ടതിന് ശേഷം അതിന്റെ പുറത്ത് പഠിക്കാനായിട്ട് അധികം സമയം കിട്ടണമെന്നില്ല. സെൽഫ് സ്റ്റഡിയുടെ സമയം കുറയാണ്. അപ്പൊ നിങ്ങളുടെ കൺസിസ്റ്റൻസി മിസ്സാവും. 1-2 ദിവസം നിങ്ങൾ പഠനത്തിന്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, ട്രാക്ക് വിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു കയറുമ്പോഴേക്കും പോർഷൻസ് കുറെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. സ്മോൾ സ്റ്റെപ്സ് ഡെയിലി ബേസിസിൽ എടുത്താൽ മതി. മനസ്സിലായോ? എന്നും കുറച്ച് സമയം മാറ്റിവെക്കാനായിട്ട് പറ്റുന്ന ഒരാള് 2 കൊല്ലത്തിൽ കഷ്ടപ്പെടാതെ പേഷ്യൻസോട് കൂടിയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. റിവിഷനുള്ള സ്കോപ്പും കൂടുതലാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ 1 ഇയർ കോഴ്സിന്റെ ഒക്കെ ഒരു പ്രശ്നം, റിവിഷൻ നടത്താൻ സമയം കിട്ടില്ല. പക്ഷെ സിവിൽ സർവീസിൽ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? കാര്യം ഇത്രയധികം സബ്ജക്ട്സ് നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിച്ചു തീർക്കുമ്പോൾ റിവിഷൻ ഇല്ലാതെ പ്രിലിംസും മെയിൻസും എഴുതാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതേപോലെ ചോദ്യം ഒരിക്കലും വരില്ല. നമ്മൾ പഠിച്ച കാര്യത്തിന്റെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് വരിക. അതിന് ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൺസെപ്റ്റ് ഇൻഗ്രീൻഡ് ആയിരിക്കണം. അതിനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക എന്നുള്ളതും കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതും നോട്ട് വീണ്ടും വായിക്കുക എന്നുള്ളതാണ്. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ. റീകോളിംഗ്, റിവിഷൻ, റീറൈറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ 1 ഇയർ കോഴ്സിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് പരിമിതികളുണ്ട്. നമ്മുടെ ഈ 20 മന്ത് കോഴ്സിൽ നിങ്ങൾക്ക് റിവിഷൻ നടത്താനായിട്ടുള്ള സമയം കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഈ കോഴ്സിലുടനീളം നിങ്ങൾക്ക് വേണ്ട മെന്റർഷിപ്പും ലഭിക്കുന്നതാണ്. സിവിൽ സർവീസിലെ ക്ലാസ്സസ് മാത്രം പോരാ, നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് അത്യാവശ്യമാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പരീക്ഷ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡിഫിക്കൽട്ട് ആണെന്നുള്ള ടൈം ഞാൻ യൂസ് ചെയ്യുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആണ്. ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ഓരോ സ്റ്റുഡന്റിന്റെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ സ്കിൽ സെറ്റും നിങ്ങളുടെ രീതികളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ പഠന രീതി മാറാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജിയും മാറാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് മെന്റർ നിങ്ങൾക്ക് ലഭ്യമാകുന്നതോട് കൂടിയിട്ട് പ്രിപ്പറേഷൻ കുറെ കൂടി സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് കോഴ്സിന്റെ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ആർക്കൊക്കെ ഇത് ജോയിൻ ചെയ്യാം? ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. UPSC പ്രിപ്പറേഷൻ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ജോയിൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാർഗറ്റ് ആയിട്ട് കാണുന്ന ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് ഞാൻ തന്നെ അങ്ങ് പറയാം. അതിന് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് കോമ്പാറ്റബിൾ ആണോ, നിങ്ങളായിട്ട് അലൈൻഡ് ആണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു 8 to 9 hours നിങ്ങൾ ലോക്ക്ഡ് ആണ്. നിങ്ങളുടെ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് മാറ്റി വെച്ചിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ ഒരിക്കലും നിങ്ങൾക്കൊരു 4 hour ക്ലാസ് ഡെയിലി തരുന്ന ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ, അല്ലെ? പ്രാക്ടിക്കൽ അല്ല. നമുക്ക് വേണമെങ്കിൽ ആ സമയത്തുള്ള ഒരു ഹരത്തിലൊക്കെ പോയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ഈ 9 മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഏതാനും സമയത്തില് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തീരുന്നത്? അതിന് കുറെ പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുക. ആ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 വർഷത്തിന് 2 വർഷത്തിലോട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് ഡെയിലി ബേസിസിൽ പഠിക്കുന്നത് ചുരുക്കുക. അപ്പൊ 1 വർഷം കൊണ്ട് പഠിച്ചു തീർക്കുക നമ്മൾ 2 കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇത് ചെയ്യാം. പക്ഷെ നമ്മുടെ കോഴ്സും നിങ്ങളുടെ ഈ പഠനത്തിന് വേണ്ട രൂപത്തിൽ അലൈൻ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ട കോഴ്സാണ്. ഇനി കോളേജ് സ്റ്റുഡന്റ്, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാം. ഒരിക്കലും നമ്മുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ വൈകിക്കരുത്. ഓൺ ആൻ ആവറേജ് 2 വർഷം മുതൽ 3 വർഷം വരെ സിവിൽ സർവീസ് പാസ്സാകാനായിട്ട് എടുക്കുന്നുണ്ടെന്നാണ് UPSC തന്നെ പുറപ്പെടുവിക്കുന്ന കണക്ക് പ്രകാരം നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഏർലി സ്റ്റാർട്ട് കിട്ടുന്നത് നല്ലതാണ്. നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
കോളേജിൽ ഒരു 1-2 വർഷം നിങ്ങൾ കോളേജിന്റെ അക്കാഡമിക്സിനോടൊപ്പം തന്നെ സിവിൽ സർവീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കോളേജ് കഴിയുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം. മാത്രമല്ല ഫ്രഷർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ കുട്ടികളെക്കാളും കോമ്പറ്റേറ്റീവ് എഡ്ജ് മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കോളേജ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് അക്കാഡമിക്സിനോട് ചേർന്ന് അതിനൊരു ഭംഗവും വരുത്താത്ത രൂപത്തിൽ ഒരു ലോങ് ടേം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പോസിബിൾ ആണ്. അതേപോലെ തന്നെ സ്ലോ പേസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പൊ എല്ലാ ആളുകളും പഠിക്കാനായിട്ട് ഒരേ കഴിവുള്ള ആളുകളാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ചില ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അവരുടെ അപ്ബ്രിങ്ങിങ് കൊണ്ടും അവർക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പോഷർ കൊണ്ടും കുറച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്ന ആളുകളാണ്. പക്ഷെ ഭൂരിഭാഗം ആളുകളും കുറച്ച് സമയമെടുത്ത് പഠിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലത്തെ ഒരു കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതൊരു കംപ്ലീറ്റ്ലി പുതിയ ഒരു സ്റ്റഡി മെത്തേഡ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ട്രാക്കിൽ കയറിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും 2 വർഷമെങ്കിലും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. 1 വർഷം കൊണ്ട് പ്രിലിംസ് എഴുതണമെന്ന് കേൾക്കുന്നത് തന്നെ കുറെ കുട്ടികൾക്ക് ഭയപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 2 കൊല്ലത്തോട്ട് സ്റ്റഡീനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തന്നെ സ്ലോ ആയിട്ടുള്ള ആ ഒരു പേസിൽ സമാധാനത്തോടു കൂടി പേടിയില്ലാതെ കൃത്യമായി പഠിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ 2026 എക്സാം എഴുതുന്നില്ല, 2027 എഴുതുന്നുള്ളൂ. അത്യാവശ്യം സമയം മുന്നിലുണ്ട്. കുറച്ച് പതിയെ പഠിച്ചു പോകാനാണ് പ്ലാൻ എങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി നമ്മുടെ ടീച്ചേഴ്സിലോട്ട് വരുന്ന സമയത്ത് സൈലം എന്ന് പറയുന്ന ഒരു എട്ടെക്ക് ഇപ്പം IPOക്ക് പോയി ഫിസിക്സ് വാല അക്വയർ ചെയ്ത ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പ്ലാറ്റ്ഫോമാണ്. IPOക്ക് പോയ സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഷെയറിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. അതായത് ബൈജൂസിന് പണ്ട് സംഭവിച്ചത് നമ്മൾക്ക് സംഭവിക്കാത്തത് നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി ഭയങ്കര നല്ലതായത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മോഡൽ നല്ലതായത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എട്ടെക്ക് നിങ്ങളുടെ മുന്നിലോട്ട് വരികയാണ് സൈലം എന്ന് പറയുന്ന കേരളത്തിന്റെ ഹൗസ് ഹോൾഡ് ബ്രാൻഡിലൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബ്രാൻഡ് കേരളത്തിൽ ലോഞ്ച് ചെയ്യുമ്പോൾ, അതും സിവിൽ സർവീസ് പോലത്തെ ഒരു പ്രീമിയം കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള പ്രീമിയം ടീച്ചേഴ്സിനെയും ലഭ്യമാക്കുക എന്നുള്ളത് വളരെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഓൾറെഡി ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഓരോ ടീച്ചേഴ്സിനെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുള്ള ടീച്ചേഴ്സ് ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായിട്ട് ട്രിവാൻഡ്രത്തിന്റെയും ഈവൻ ഇന്ത്യയുടെ തന്നെയും സിവിൽ സർവീസ് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ അക്കാഡമിയുടെയും ബാനേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഫാക്കൽറ്റീസിനെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പിച്ചു പറയാം. ഇതിന്റെ അക്കാഡമിക് ഹെഡ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ കോഴ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി റെസ്പോൺസിബിൾ ആണ്. ഈ ഉറപ്പ് എനിക്കുള്ളത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ടീച്ചിങ് പൂളിനെ പറ്റിയിട്ട് വലിയ അഭിമാനം എനിക്കുള്ളത് കൊണ്ടാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ആണെന്നും ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മനസ്സിലാകായിക വരില്ല എന്നുള്ളതിലും എനിക്ക് 100% ഉറപ്പുണ്ട്. നമ്മളിപ്പോ മൊത്തം 1000-ൽ കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു സൈലത്തിന്റെ ഉള്ളിൽ തന്നെ. ഇതുവരെ കാര്യമായിട്ട് അക്കാഡമിക് ആയിട്ടുള്ള കംപ്ലൈൻസ് വന്നിട്ട് തന്നെയില്ല. ഈ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു കോഴ്സിന്റെ ലോഞ്ചിൽ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരില്ല എന്നുള്ളത് എന്റെ പേഴ്സണൽ ഗ്യാരണ്ടിയാണ്. അതൊരിക്കലും സൈലം പുറകോട്ട് പോവില്ല, അത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാൻ ടീച്ചേഴ്സിന്റെ പേര് ഒന്നും എടുത്തു പറയുന്നില്ല, പക്ഷെ ഗംഭീര അക്കാഡമിക് പൂള് തന്നെയാണ് സൈലം നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. നമ്മുടെ ഈ കോഴ്സ് തുടങ്ങുന്നത് 17th ഡിസംബർ ആണ്. ഇപ്പൊ ഡിസംബർ മാസം തുടങ്ങി, ഡിസംബറിലാണ് നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ഈ ക്രിസ്മസിനോടൊപ്പം അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിനോടൊപ്പം നിങ്ങൾ പുതിയൊരു സ്വപ്നം കാണുമ്പോൾ, പുതിയ പ്രതിജ്ഞ എടുക്കുമ്പോൾ, പുതിയൊരു പ്ലഡ്ജ് എടുക്കുമ്പോൾ അതിൽ സിവിൽ സർവീസ് നേടും എന്നുള്ളൊരു പ്ലഡ്ജും കൂടി എടുത്തു തുടങ്ങിക്കോ. കാര്യം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. 17th ഡിസംബറിലാണ് നമ്മുടെ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ഫീസ് വരുന്നത് 40,000-ന് താഴെയാണ്. ഇതേപോലത്തെ 20 month ഡ്യൂറേഷൻ ഉള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് അടക്കമുള്ള റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഈ കുറഞ്ഞ ഫീസിൽ വേറെ ആരെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ്. എന്റെ അറിവിൽ ഇന്ത്യയിൽ തന്നെ ഇത്രയും തുച്ഛമായിട്ടുള്ള ഫീസിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള, ഇത്രയും ന്യൂആൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൊടുക്കുന്ന വേറൊരു അക്കാഡമി ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ വേണ്ട ആളുകൾക്ക് അത് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉള്ളതിനെ നമ്മൾ വളരെ എമ്പതിയോടുകൂടി തന്നെയാണ് കാണുന്നത്. എല്ലാ കുട്ടികൾക്കും സിവിൽ സർവീസ് അഫോർഡബിൾ ആകണം. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സിവിൽ സർവീസസ് തന്നെയാണ് സൈലം IAS മുന്നോട്ട് വെക്കുന്ന സ്വപ്നം. ഒട്ടും മടിക്കണ്ട, നിങ്ങൾക്കുള്ളൊരു കോഴ്സാണിത്. ഒട്ടും മടിക്കാതെ തന്നെ ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കുക. ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. I will see you all in the classes. Thank you.